നാൻസി ഇവിടെ ചെറിയൊരു ടാസ്കിലാണ്. എല്ലാവരും ഇവിടെ ഈവൻ സ്കാലപ്പിലാണ് വരാറ്. ആദ്യമായിട്ടാണ് ഒരാൾ അൺഈവൻ സ്കാലപ്പ് വേണമെന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഒരേപോലെ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം, പക്ഷെ ഒരേപോലെ അല്ലാണ്ട് തെറ്റിച്ച് ഇങ്ങനെ ചെയ്തെടുക്കാൻ വെച്ചിട്ട് പണിയല്ലേ. ഞാൻ ഇരുന്നപ്പോൾ എവിടെയൊക്കെ നടന്നെന്നറിയാവോ? കിയാര പൊതി പൊട്ടിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞത് അനിയച്ചേച്ചിയുടെ ആണെന്ന്. അതുകൊണ്ട് അവളെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. ഡെലിവറി ടൈം മുതൽ എൻ്റെ കൂടെ കൂടിയ സാധനം കേട്ടോ ഇത്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര വിലയാണ്, പക്ഷെ ഓൺലൈനിൽ നല്ല വിലക്കുറവാണ്. ഇതിനെ 5-6 ഒക്കെ ഒരുമിച്ച് മേടിക്കുമായിരുന്നു. ഞാനിത് എല്ലാത്തിനും ഉപയോഗിക്കും, പൊടി തൂക്കാനും മോഹം തുടയ്ക്കാനും എല്ലാത്തിനും. ഇത് നല്ല സൂപ്പർ സാധനം കേട്ടോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിപ്പോൾ മിഷ്യൻ ഞാൻ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത്, കാരണം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ശരിയാക്കും. ഇതുപോലെ തുണിയൊന്നും എത്താത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ലപോലെ ഇത് ചെന്ന് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാക്കറ്റ് വെറ്റ് വെബ്സ് എല്ലാ വീട്ടിലുള്ളത് വളരെ നല്ലതാട്ടോ. ഇവരാണെങ്കിൽ നിന്ന് മുഖം തുടച്ചുകൊണ്ടിരിക്കുക, വേണമെങ്കിൽ ഉണ്ടോക്കല്ലേ ഞങ്ങൾ തീർക്കുമെന്നാ പറയണേ. അങ്ങനെ നമ്മുടെ ബാക്ക് സ്കാലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഈവനാട്ടോ, ഫ്രണ്ടിലാണ് അൺഈവനായിട്ട്, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അടുത്ത ആളുടെ ഈവൻ സ്കാലപ്പ് ഇവിടെ പറഞ്ഞാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ ദിവസം വന്ന് എല്ലാവർക്കും ബ്ലൗസൊക്കെ പെർഫെക്റ്റ് ഫിറ്റുമായിരുന്നു. ആൾക്കാർ ഇടുന്നു പോകുന്നു. അതായത് ഓൾട്രേഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതൊരു കുട്ടി താജ്മഹലാണ്. പിന്നെ ഇതിങ്ങനെ ബാഗിൽ കെട്ടി വന്നിട്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ഇട്ടിട്ട് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു ഓൾട്രേഷൻ വേണ്ടി വന്നു, എന്നിരുന്നാലും പെട്ടെന്ന് അത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റി കേട്ടോ.